ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സൗണ്ട് ഇട്ടപ്പോഴത്തേക്ക് ഓടി വന്നതാണ് അവള്. അപ്പോൾ നമ്മളിത് ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. സാറ്റർഡേ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി, ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. അതേ ഷീച്ചേട്ടനുണ്ട്. ചേട്ടാ, ഗ്രീസിൽ പോയിട്ട് എങ്ങനെയുണ്ടായി ഒരാഴ്ച? ഭയങ്കര ടെൻഷനും പ്രഷറൊക്കെ ആയിരുന്നു കേട്ടോ. ഓഫീസിൽ നിന്ന് പോയതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ ഇതേ സാറ്റർഡേ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏഷ്യൻ ഷോപ്പിൽ പോകണം, നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ. ഇപ്പോൾ ഉച്ചയായി, നമ്മൾ രാവിലെ തൊട്ട് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിലോട്ട് വിളിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്, കറക്റ്റ് ഉച്ചയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇത് മുഴുവനും നമുക്ക് കളയാനുള്ള വേസ്റ്റുകളാണ് കേട്ടോ. ഇത് ബയോ വേസ്റ്റ്, ബയോ കവറിൽ ഫുൾ വേസ്റ്റുകളാണ്. നിങ്ങൾ വേസ്റ്റുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ വേസ്റ്റ് കളയാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് ജനറൽ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഇത് കേട്ടോ. പിന്നെ പേപ്പർ വേസ്റ്റുകൾ അവിടെ, കാർഡ്ബോർഡൊക്കെ അതെ അവിടെ കേട്ടോ. നമുക്ക് ഇതൊന്ന് തുറന്നു തരുമോ? ഇത് കമ്പോസ്റ്റബിൾ ബയോ വേസ്റ്റ് കളയാനുള്ളത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളഞ്ഞ കവറിൽ തന്നെ വേണം കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കുപ്പികൾ കളയാൻ വേണ്ടിയിട്ട് വേറെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കുപ്പികൾ. ഇതാണ് നമ്മുടെ വേസ്റ്റ് കളയാനുള്ള നമ്മുടെ സ്ഥലം. നിന്നെയും കളയട്ടെ. ഇനി ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കളയാനുള്ളതാണ്. മറ്റേ PET ബോട്ടിൽ. അപ്പോൾ ഇനി ബാക്കിയുള്ള വേസ്റ്റുകൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ കളക്ഷൻ ബിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കളയാനുള്ളതാണ്. അത് നമ്മുടെ അലുമിനിയം സാധനങ്ങൾ, അതുപോലെ തന്നെ ബാറ്ററി, PET ബോട്ടിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, CD അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് അവിടെ കോമൺ ആയിട്ടുള്ളൊരു, കോമൺ അല്ല, എല്ലാത്തിനും സെപ്പറേറ്റ് കളക്ഷൻ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെയാണ് കളയേണ്ടത്. പിന്നെ അതല്ലാണ്ട് വലിയ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ഇലക്ട്രോണിക് വേസ്റ്റുകളോ അങ്ങനത്തെ വേറെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്ഥലമുണ്ട് കേട്ടോ, ദശത്രി എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ടാണ് ആ സംഭവങ്ങളൊക്കെ കളയേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഫർണിച്ചർ കളയാനോ, ഇലക്ട്രോണിക് ഐറ്റംസ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഓവൻ അങ്ങനത്തെയൊക്കെ കളയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കളയണം കേട്ടോ. നമ്മൾ അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. മീഗ്രോസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിതേ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയണം. അങ്ങനെ ഇതേ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇതുപോലെ വേസ്റ്റ് ബിൻ അവർ വെച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതുപോലെ ബാറ്ററി, CD അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും വരുമ്പോൾ നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു വീക്കിലുള്ളത് കൊണ്ടുവന്ന് കളയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഉള്ളത്. ഇവിടെ എത്തുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, ഒരു ബേക്ക്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും. അങ്ങനെ നമ്മളിതേ ഫസ്റ്റ് ബ്രെഡിൽ നിന്ന് തന്നെ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിക്ക് അടിച്ചോ. മീറ്റിൻ്റെ സെക്ഷൻ ഇതാണ് കേട്ടോ, ഫ്രഷ് മീറ്റിൻ്റെ. ഇല്ല, മറ്റേത് മതി, ലെഗ് വരുന്ന ഭാഗമില്ലേ. പിന്നെ വാങ്ങാം, ഇത് കഴിഞ്ഞിട്ട് വാങ്ങാം. ഈസ്റ്ററിൻ്റെ സമയം ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ഉണ്ടോ? ഇത് കണ്ടോ,
പിടിച്ച അമ്മൂസേ, ചോക്ലേറ്റ് ആണ് കേട്ടോ അത്. ഈസ്റ്ററിൻ്റെ ഒരു ടൈം ആകുമ്പോൾ മാത്രമാണ് കേട്ടോ അങ്ങനത്തെ ചോക്ലേറ്റ്സ് നോർമലി ഇവിടെ കാണാറുള്ളത്. അപ്പോൾ അമ്മൂസ് അപ്പയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇരിക്കുവാണേ. അമ്മൂൻ്റെ മുഖം കണ്ടോ. പൂക്കിയുടെ സെക്ഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ. പൂക്കിയുടെ സെക്ഷൻ, പൂക്കിയുടെ ട്രീറ്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ആനിമൽസിൻ്റെ സെക്ഷനാണ്. ഇത് ഫുൾ ക്യാറ്റ്, അപ്പുറത്തെ ഡോഗ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ. പ്ലാന്റ്സ് ആണെങ്കിലും ബൊക്കേസ് ആണെങ്കിലും അതുപോലെ തന്നെ ആനിമൽസിനുള്ള ഫുഡാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് ലിക്കർ എല്ലാ സംഭവങ്ങളും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ചെടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. പിന്നെ അതേ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇത് ക്യാറ്റ് ഗ്രാസ് ആണ് കേട്ടോ. നമ്മുടെ പൂക്കിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ കടിച്ച് തിന്നാറുണ്ട്. അപ്പോൾ നമ്മളിതേ പൂക്കിക്ക് വേണ്ടി ക്യാറ്റ് ഗ്രാസ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സെൽഫ് ബില്ലിംഗ് ആണുള്ളത്. അപ്പോൾ നമ്മൾ തന്നെയാണ് കേട്ടോ ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ മെഷീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെയിൽസുകാരെ വിളിക്കാൻ ചില സമയത്ത് കാണിക്കും. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് അങ്ങനെ റാൻഡം ആയിട്ട് അവരങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യൻ ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് മൊത്തം ഷോപ്പിംഗ് ഡേ ആണ്. അമ്മൂസ് ക്യാമറ കൊണ്ട് നീ എങ്ങോട്ടാ? അപ്പോൾ നമ്മളിതേ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. മോളങ്ങനെ KFC കഴിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ നമ്മളിതേ KFCയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവരുടെ ഒരു ചോക്ലേറ്റ് ഷേക്ക് ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഷേക്ക് കുടിക്കുന്ന ഒരു ഫീല്, ആ ഒരു കറക്റ്റ് ഫീൽ അല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീല് ഈ ഷേക്ക് കുടിക്കുമ്പോൾ കിട്ടാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ചെറിയൊരു ഈ ആഴ്ച ഷീച്ചറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ട് കേട്ടോ. മേടിച്ചു തരുന്നില്ല. അപ്പോൾ അമ്മൂസാണെങ്കിൽ അവിടെ സോഫ്റ്റ് ടോയ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഷീച്ചേട്ടനാണെങ്കിൽ ഇവിടെ ഗെയിംസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മൂസ് വഴക്കിട്ട് പോയതാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഷീച്ചേട്ടനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്, ബർത്ത്ഡേ പ്രമാണിച്ചിട്ട്. അങ്ങനെ നമ്മളതേ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഷീച്ചേട്ടനെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മൂസിന് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. എന്നാൽ പിന്നെ ഞാൻ അമ്മൂന് ഇഷ്ടമുള്ള ഡ്രസ്സ് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മൂസ് ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി അവസാനം ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. നമ്മളപ്പോൾ ഏഷ്യൻ സ്റ്റോർ പോയത് ഷോദ്രോണിലുള്ള ഒരു ശ്രീലങ്കൻ ഷോപ്പിലാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ നമ്മളിത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രോസറി ഷോപ്പിൽ നിന്നുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒന്നാമത് ഇതിനകത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ശ്രീലങ്കൻ ഷോപ്പാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ചതേ വീടെത്തിയിട്ടുണ്ട്. സമയം 6 മണിയായി. ഇനിയിപ്പോൾ എന്താ, വൈകിട്ടത്തെ ഫുഡ് കഴിക്കുക, TV കാണുക, കുറച്ച് നേരം കിടന്നുറങ്ങുക. നാളെ സൺഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.